എന്തുകൊണ്ടാണ് നാട്ടിലുള്ള ആൾക്കാരും പുറത്ത് PR കിട്ടി സെറ്റിൽ ആയ ആൾക്കാരും UAE എന്ന കൺട്രിയിൽ വന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അപ്പാർട്ട് ഫ്രം പൊളിറ്റിക്കൽ ആൻഡ് ടാക്സ് ഇഷ്യൂസ്? എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ദുബായ് തന്നെ എടുക്കാം. ദുബായ് എന്ന് പറയുന്നത് വെൽ പ്ലാൻഡ് ആൻഡ് വെൽ ഓർഗനൈസ്ഡ് സിറ്റിയാണ്. നെക്സ്റ്റ് 20 ഇയേഴ്സിലേക്ക് എന്തൊക്കെയാണോ വേണ്ടത് അതാണ് ഇപ്പോൾ ഇവിടുത്തെ ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിൽ നിന്നുള്ള കണക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ മോർ ദാൻ 450 ഫ്ലൈറ്റ്സ് ആണ് വീക്ക്ലി ബേസിൽ ഇന്ത്യയിലെ മേജർ സിറ്റീസിലേക്ക് UAE നിന്ന് പോകുന്നത്. ലോകത്തിലെ മറ്റ് കൺട്രീസ് കമ്പയർ ചെയ്യുമ്പോഴും UAE എല്ലാ എമിറേറ്റ്സും സേഫ്റ്റി ഇൻഡെക്സിൽ ടോപ്പ് 10 ആണ്. അതായത് നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയും ഇവിടെ സേഫ് ആയിരിക്കും. ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ഉള്ള സ്കൂൾസും കോളേജും ആണ് UAE ഉള്ളത്. വരും വർഷങ്ങളിൽ UAE തന്നെ പല എമിറേറ്റ്സിലും നിങ്ങൾക്ക് വേൾഡിലെ ടോപ്പ് സ്കൂൾസ് ആൻഡ് കോളേജസിലും കാണാൻ പറ്റും. UAE എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെന്റ് ഫ്രണ്ട്ലി കൺട്രിയാണ്. നിങ്ങൾക്ക് എന്ത് ബിസിനസ് ഐഡിയാസ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് വിത്തിൻ ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് ഇവിടെ കമ്പനി സ്റ്റാർട്ട് ചെയ്യാം. അത് മാത്രമല്ല ബാക്കിയുള്ള കൺട്രീസിനെ പോലെ വർഷങ്ങളോ മാസങ്ങളോ ഒന്നും വെയിറ്റ് ചെയ്യേണ്ട, നിങ്ങൾക്ക് ഇവിടെ കമ്പനി സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ ലോകത്തിലെ ഏത് മതത്തിൽപ്പെട്ട ആളായാലും നിങ്ങൾക്ക് നിങ്ങളുടെ റിലീജിയൻ ഇവിടെ ഫ്രീഡം ആയിട്ട് പ്രാക്ടീസ് ചെയ്യാം. ജസ്റ്റ് 2 മില്യൺ ദിർഹംസിന്റെ ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾ ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ, ബാങ്ക് ഡെപ്പോസിറ്റ് ആയിക്കോട്ടെ, അത് പ്രോപ്പർട്ടി ഇൻവെസ്റ്റ്മെന്റ് ആയിക്കോട്ടെ, നിങ്ങളും നിങ്ങളുടെ ഫാമിലിക്കും വേണ്ടി ഇവിടെ 10 വർഷത്തേക്ക് ഗോൾഡൻ വിസ കിട്ടും. ഇതൊക്കെ കൊണ്ടാണ് ദുബായിയെ നമ്മൾ സെക്കൻഡ് ഹോം എന്ന് വിളിക്കുന്നത്.